ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രേം നസീർ കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ പേര് ഈ എവർഗ്രീൻ സ്റ്റാർ എന്നുള്ള ഒരേ ഒരാക്കെ യോജിക്കുന്നുള്ളൂ. അത് എന്റെ പ്രിയപ്പെട്ട റഹ്മാനൊക്കെയാണ്. സൂപ്പർ സ്റ്റാറിനോട് ഉള്ള ആദ്യത്തെ വെച്ചാൽ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ ഷീലൂസ് ഭയങ്കര ജാടയാണെന്നാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നത്. ഇതിനു മുമ്പ് കണ്ട അല്ല സത്യല്ലേ ഇപ്പോഴും ഇന്നത്തെ ജനറേഷൻ ഇത് താഴും തളിരും മിഴിപൂടി ആ പാട്ടില് എത്രയും നല്ല മെലഡിയിലും ഇടയിൽ പുള്ളി അത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയേക്കണം ലോകത്തൊരു കരാട്ടക്കാരനുണ്ടാവും. അങ്ങനെയാണ് കേരളത്തിന്റെ ബ്രൂസ്ലി അവാർഡിന്റെ കാര്യത്തിൽ ഒരു പഞ്ചായത്ത് അവാർഡ് പോലും സൗന്ദര്യമുള്ളവര് ഹ്യൂമർ ചെയ്യുമ്പോ കുറച്ചധികം വന്നു കഴിഞ്ഞാൽ അത് കോമാളിത്തരവും. അത് അവരുടെ മുഖത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയുണ്ട്. ആന്ന് എല്ലാവരും പറ്റിയാണ് മൊത്തം വൈറലാവും. വൈറലാവും. നമസ്കാരം, വെൽക്കം ടു ഓൺലുക്കേഴ്സ്. ഇന്ന് നമുക്കൊപ്പം ബാഡ് ബോയ്സ് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നത് മൂന്ന് ഗുഡ് ബോയ്സും ഒരു ഗുഡ് ഗേളുമാണ്. ഈ ഇൻട്രോ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ബാബുചേട്ടൻ പറഞ്ഞാണ് ഗുഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യണമെന്ന്. ശരിക്കും ഗുഡ് ബോയ്സ് ആണോ ബാഡ് ബോയ്സ് ആണോ? എന്താണ് ഈ മൂവിയുടെ ഒരു തകർപ്പൻ വിശേഷങ്ങൾ? അത് സിനിമ കാണണം അല്ലേ? ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് സംശയമാണെങ്കിൽ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങള് ഗുഡ് ബോയ്സ് ആണോ ബാഡ് ബോയ്സ് ആണോ. ഇങ്ങനെ നമ്മുടെ പോസ്റ്ററിൽ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരു പവറാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ആക്ട് ചെയ്ത എക്സ്പീരിയൻസ്? എന്നോടാണ്. അതായത് സൂപ്പർ സ്റ്റാറിനോട് ഉള്ള ആദ്യത്തെ വെച്ചാൽ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. ഞാനിത് പറയാൻ വേണ്ടിയാണ്, മാറ്റാൻ വേണ്ടിയിരുന്നു. താങ്ക് യു ആ ചോദ്യം ചോദിച്ചതിന്. ഇല്ല കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ വലിയ ബ്ലെസ്സിങ് ഉള്ള ഞാൻ എന്ത് കാര്യത്തിനും എൻ്റെ സ്വന്തം കാര്യത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ജീവിതത്തിൽ എല്ലാ കാര്യവും ബോണസാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കുഞ്ഞു കാര്യത്തിന് ഞാൻ ആ കാര്യത്തിൽ പരാതി ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അതേപോലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് എനിക്ക് ഇവരുടെ കൂടെ ഇതുപോലെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്. അത് നമ്മൾ ഫ്രം ദ ഹാർട്ടാണ്, ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാബുചേട്ടനോട് തുടങ്ങാം. ബാബുചേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അമർ അക്ബർ അന്തോണിയുടെ ടൈമിൽ എഴുത്തുകാരായിട്ടാണ്. ഞങ്ങൾ അമേരിക്കയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ ട്രailer കണ്ടിട്ട്, അതായത് അമേരിക്കയിലെ ഒരു ഷോയില് ട്രailer കണ്ടു. അന്ന് ആർട്ടിസ്റ്റ് അല്ല, എഴുത്തുകാരാണ്. പടം ഇറങ്ങിയിട്ടില്ല അമർ അക്ബർ അന്തോണി. ആ സമയത്ത് ട്രailer കണ്ടിട്ട് ബാബുചേട്ടൻ എന്നോട് പറഞ്ഞു, ബിബിൻ ഇത് സൂപ്പർ ഹിറ്റ് ആവും, നമുക്ക് ആ വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. വൈബ് എന്നുള്ള വാക്ക് അന്നില്ല, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അന്ന് ബാബുചേട്ടൻ പറഞ്ഞ ഓർമ്മയുണ്ട്. അത് അന്നാണ് ബാബുചേട്ടനായിട്ടുള്ള ഇത്. ആ ബന്ധം ഇതുവരെ എപ്പ കണ്ടാലും ആ ഒരു സ്നേഹമുണ്ട്. പിന്നെ നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രേം നസീർ കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ പേര് ഈ എവർഗ്രീൻ സ്റ്റാർ എന്നുള്ള ഒരേ ഒരാക്കെ യോജിക്കുന്നുള്ളൂ. അത് എന്റെ പ്രിയപ്പെട്ട റഹ്മാനൊക്കെയാണ്. അത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എടുക്കണം. സെക്കൻഡ് പാർട്ടിൽ ഇതിലെന്താന്ന് അറിയുമോ, ഇതിലെന്താന്ന് പറയുമോ, നമ്മളെപ്പോഴും ഇപ്പൊ ഞാൻ നേരത്തെ ഷൈലോക്ക് ലഭിക്കുമ്പോ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോഴും നമ്മൾ സ്ക്രീനിൽ കണ്ടവരെ അടുത്ത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇതിൽ പറയുന്നതാണ്. അപ്പൊ അടിയിൽ കമന്റുകളൊക്കെ വരും കേട്ടോ, സോപ്പിട്ടോ എന്ത് സോപ്പ്. ഈ ഫീൽ അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് റഹ്മാനിക്കയുടെ കൂടെ അഭിനയിക്കുമ്പോ എനിക്ക് അടക്കോട്ടാ, സെന്തിലിന്, എനിക്ക് ആൻസന് ടെൻഷൻ ഉണ്ടാകുന്ന മുഖത്തൊന്നും മനസ്സിലാവൂല. അവന്റെ മുഖത്ത് വരും, പക്ഷെ അവന് മനസ്സിലാവൂല. സെന്തിൽ ഞാൻ ടെൻഷൻ അടിക്കുക, കാരണം റഹ്മാനിക്കയുടെ കൂടെ അഭിനയിക്കുകയാണ്. ഫസ്റ്റ് ഷോട്ടേ ആ കാറിൽ നിന്ന് ഇറങ്ങണ ഡയലോഗ് ഉണ്ട് ചെയ്താലും ഇത് എങ്ങനെ പറയും, എങ്ങനെ ഇക്കൊക്കെ ഇഷ്ടമോ. ഇക്കയാണെങ്കിൽ ഫസ്റ്റ് ടൈം വന്ന നമ്മളോട് അങ്ങനെ മിണ്ടുകളൊന്നുമില്ല. ഏത് നേരെ കയറി പോവുക, ബുക്കൊന്നും വായിച്ചില്ലല്ലേ, ഇംഗ്ലീഷ് ബുക്കൊന്നും വായിച്ചിട്ടില്ലേ, നേരെ പോവുക വരിക. അപ്പൊ എങ്ങനെ ഇത് മാച്ച് ആവും? അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ആൻഡ്രപ്പേട്ടന്റെ ബഡീസ് ആണ്. ഇപ്പൊ രാജമാണിക്യത്തില് മറ്റേ കാലിച്ചന്തയിൽ എടുത്ത് വളർത്തിയ പിള്ളേരെ അവര് പറയില്ലേ നമുക്ക്, അതേപോലെ 3 പിള്ളേരാണ് ഞാനും സെന്തിലും ആൻസനും ഇക്കക്ക്. അപ്പൊ അത്രയും സ്നേഹം വരും. പക്ഷെ ഇക്കയായിട്ട് എങ്ങനെ വൈബാവും അല്ലെങ്കിൽ ഒന്ന് ഇതാവുന്നു. പക്ഷെ ഇക്ക ഞങ്ങളെ കംഫോർട്ട് ആക്കി. ഇക്ക പറയുന്ന സജഷൻസ് ഞങ്ങൾ അപ്ലൈ ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഞെട്ടിയ കാര്യം എന്ന് വെച്ചാൽ ഇക്കയുടെ ഹ്യൂമർ സെൻസ്. അതെ, നമ്മള് എപ്പോഴും കണ്ടേക്കണത് എങ്ങനെയാ, ഭയങ്കര പോലീസ്, ഡിറ്റക്റ്റീവ്, ഭയങ്കര ടെൻഷൻ, സീരിയസ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടേക്കണ. ഇതൊന്നുമല്ല, നല്ല ഹ്യൂമർ സെൻസ്. ഒരുപാട് സീൻ ഈ പടത്തിൽ ഇക്ക ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ ഷീലൂസ് ഭയങ്കര ജാടയാണെന്നാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നത്. ഇതിനു മുമ്പ് കണ്ട അല്ല സത്യല്ലേ ഇപ്പോഴും
ഇപ്പഴൊന്ന് തിരുത്തിയാണ് പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും ആക്ട്രസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൂടുതൽ അടുത്തറിയപ്പോഴാണ് അതിന്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലായത്. സോ ഹാപ്പി വിത്ത് ഓൾ ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ കൂട്ട് ഇത്രയും യങ് വൈബ്രന്റ് ആക്ടേഴ്സ് അതുപോലെ നിങ്ങൾ ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത് വന്നപ്പോൾ ഉള്ള ഒരു ഞാൻ ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ. എന്ത് നമ്മളെങ്ങും ഞാൻ യങ് ആണ്. നമ്മളെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ജനറേഷൻ? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ് സ്റ്റാഫിനെക്കാളും യങ് ആയിട്ടും അടിപൊളിയായിട്ട് നിൽക്കുന്നത് നിങ്ങളാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് മാറ്റി പറഞ്ഞു ഇപ്പൊ മാറ്റി പറഞ്ഞു അങ്ങനെയല്ല ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചെന്നൈയിലെത്തുമ്പോൾ ഒരു വളരെ അന്ന് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഫോണില്ല, ഒരു കണക്ഷൻസും ഇല്ല. എവിടെയെങ്കിലും ആൾ പോയി തപ്പി പിടിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ഭരതേട്ടനെ തപ്പി പിടിച്ച് ഭരതേട്ടന്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഭരതേട്ടൻ എന്നോട് ചോദിച്ചു, നീ എവിടുന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ പൂനെന്ന്, പക്ഷെ മലയാളിയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നിന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഒരു 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് സംഭവം. 10 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു ചിലമ്പെന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ പ്ലാൻ ചെയ്യാണ്, റഹ്മാനാണ് ഹീറോ. ഞാൻ പറഞ്ഞു റഹ്മാൻ, ഞാൻ ഭയങ്കര ഫാനാണ് റഹ്മാൻ. ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ റഹ്മാനെ പോലെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കില്ല ചില ആക്ടേഴ്സിനൊക്കെ എന്നെ പോലെ ഇരിക്കുന്നല്ലോ പലരും പറയില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ ത്രില്ലടിച്ച് അപ്പൊ തന്നെ ഞാൻ ത്രില്ലായി. അപ്പൊ ഇങ്ങനെ ജയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. റഹ്മാൻ കളരി, നിങ്ങൾക്ക് കരാട്ടെ അറിയാലോ, നിങ്ങൾക്ക് കരാട്ടെ തമ്മിലുള്ള ഒരു സംഭവമാണ്. അതാണ് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷമായി. പിന്നെ ചെന്നൈയൊക്കെ വിട്ടു. ചെന്നൈ വിട്ട് നാട്ടിൽ പോയി കംപ്ലീറ്റ് വാജി അടിച്ചൊക്കെ നടന്ന് ഞാൻ ഷൂട്ടിംഗ് ചെയ്ത സമയത്ത് തന്നെ അത് ഭയങ്കര സംഭവമാണ്. ഇപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോഴും അതെ ടോപ്പ് ഹീറോ ആണ്. അങ്ങനെയാണ് കേരളത്തിന്റെ ബ്രൂസ്ലി അതുപോലെ തന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇപ്പൊ ഞാനൊരു വില്ലനും തുടക്കക്കാരനാണ്, റഹ്മാൻ സൂപ്പർ ഹീറോ. അന്നത്തെ കാലത്ത് മാസ്റ്റർ കാറ് ഭയങ്കര സംഭവമാണ്. പക്ഷെ ആ ഒരു ജാടയോ സംഭവങ്ങളോ ഒന്നും ഇല്ലാതെ എന്നെ വളരെ ഒരു അടുത്ത സുഹൃത്തായിട്ട് എപ്പോഴും വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ ഞങ്ങൾ സംസാരിക്കുക. അപ്പൊ ഹീറോ വില്ലെന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ അല്പസമയത്ത് ഈ സമയത്ത് പലതും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ ഹീറോസ് ഒക്കെ ടോപ്പ് ഹീറോസ് അല്ലാതെ ഹീറോസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കും, നമ്മളോട് സംസാരിക്കാൻ അവർക്ക് ഹീറോസുമായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ അതൊക്കെ നമ്മുടെ ഒരു ഓർമ്മയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട്. അല്ല ബാബുച്ചേട്ടന് വേറൊരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഫസ്റ്റ് സിനിമയിൽ തന്നെ ലോകത്ത് എവിടെ നമ്മൾ നെഞ്ചുക്ക് കാണിച്ചാലും കരാട്ട കാണിച്ചാലും മ്യൂസിക് ഇതായിരിക്കുമല്ലോ, ഇതൊക്കെ ആയിരിക്കുമല്ലോ ബ്രൂസ്ലിയുടെ. ഇത് താഴും തളിരും മിഴി പൂട്ടി ആ പാട്ടില് എത്രയും നല്ല മെലഡിയിലും ഇടയിൽ പുള്ളി അത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയേക്കണം. ലോകത്തൊരു കരാട്ടക്കാരനുണ്ടോ? അയ്യോ അല്ലേ, സിംഗ് ചെയ്തു അല്ലേ അത്. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസിലൊക്കെ അടികൊള്ളാനോ വീഴാനോ ഒന്നും റഹ്മാൻ യാതൊരു മടിയില്ല. പണ്ടത്തെ ചില ഇതൊക്കെ ഉണ്ടല്ലോ, ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് എന്നോട് ക്ഷീണിച്ച് ചോദിച്ചു റഹ്മാനുമായിട്ട് ഹി ലവ്സ് മീ ആൻഡ് ഐ ലവ് ഹിം. അതാണ് പറയുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ ബ്ലാക്ക് എന്നൊരു പടം ചെയ്തിരുന്നു, പക്ഷെ അതിനകത്ത് പ്രത്യേകിച്ച് കോമ്പിനേഷൻ ഒന്നുമില്ല. ഒരു വർഷം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റിയാൽ വളരെ ബാഡ് ബോയ്സില് ഞങ്ങൾ ഗുഡ് ബോയ്സ് കയറാൻ വളരെ വളരെ സന്തോഷമുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്താൻ തുടങ്ങിയത്. താങ്ക് യു. ഇപ്പൊ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞൊരു മൂവിയില് ഇത്രയും പാവമായിട്ടുള്ള റഹ്മാനിക്കാണ് ഗ്യാങ് ലീഡർ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ഒരു വൻ സംഭവമായിരുന്നു, ഒരു വൻ അനുഭവം എന്നൊക്കെ പറയുന്നത് പോലെ. ഭയങ്കര എക്സ്പീരിയൻസ്, എൻജോയ് ചെയ്തു, ഒരുപാട് ചിരിച്ചു, ഒരുപാട് കളിച്ചു, ഇതൊക്കെ. പക്ഷെ അതിൻ്റെ എല്ലാം മേലെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. ഒന്നാമത് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രൂപമുണ്ടല്ലോ, ഒരു കഥാപാത്രം, ഒരുപാട് കുറച്ച് മസിൽ പിടുത്തം, കുറച്ച് ടൈറ്റ്നസ്, കുറച്ച് സീരിയസ് കഥാപാത്രം ചെയ്തിരുന്ന ഒരാള്, ഒരു ആക്ടർ ഈ ഒരു ആൻഡപ്പനായി മാറുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്നല്ല. ഒരുപാട് ചെറിയ ചെറിയ സിനിമകൾ നമ്മളിങ്ങനെ ഹ്യൂമറൊക്കെ ചെയ്ത് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് എനിക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാമായിരുന്നു. സോ ഒരുപാട് ഒരു ആസ് എൻ ആക്ടർ ഞാൻ എടുത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് വെറുതെ വന്നിട്ട് അഭിനയിക്കല്ല, അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇത് ചെയ്യുമ്പോൾ അത് ബോറാവരുത്, ഓവറാവരുത്, അങ്ങനെയൊക്കെ ഒരു ചെറിയ ടെൻഷനും സ്ട്രെസ്സും ഉണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ വിപിനടുത്തൊക്കെ ചോദിക്കും, ഞാൻ ഓവറായടാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിനെ എങ്ങനെ നമ്മള് മാനേജ് ആ മീറ്റർ പിടിച്ച് പടം അവസാനം എൻഡ് വരെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയാ, ഒരു ഹോംവർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അല്ലാതെ തന്നെ ഒരു ഹ്യൂമറോ ഒരു കോമഡി എൻ്റെ അകത്തുണ്ട്. അത് പക്ഷെ ആ സൈഡ് ആരും കണ്ടിട്ടില്ല. അത് എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും വളരെ അടുത്തുള്ളവരൊക്കെയാണ് ഞാൻ വളരെ കൊച്ചായി അഭിനയിക്കുന്നതൊക്കെ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വളരെ സീരിയസ് ആണ് കാര്യത്തിലൊക്കെ പലതും. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഒരു ചേഞ്ച് ആൻഡപ്പനായി മാറുക എന്ന് പറയുന്നത് ഞാൻ ഡെയിലി എന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് ഷൂട്ടിങ് വരുന്നതിന് മുമ്പേ ആർക്കും അറിയില്ല, പക്ഷെ അത് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആൻഡപ്പനാണ് വരുന്ന ആ മൂഡിലൊക്കെ. കുറച്ച് റിഹേഴ്സലൊക്കെ റൂമിൽ നിന്നൊക്കെ ചെയ്തിട്ട് കണ്ണാടി മുമ്പിലൊക്കെ നോക്കി ഓട്ടക്കളി കളിച്ചിട്ട് അതായത് വരുന്നതാണ്. സോ അതൊക്കെയായിരുന്നു. ദെൻ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ആക്ച്വലി കാത്തിരുന്ന ഒരു തരം സബ്ജക്റ്റ് ആണ്. മനസ്സിലുണ്ടാവില്ല നമുക്ക് ഇതുപോലെ സിനിമകൾ ചെയ്യണം, ഇങ്ങനെ ഒരു മാസ് സിനിമ ചെയ്യണം, എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവില്ല ഇത് അതുപോലെ ചെയ്യാൻ. പക്ഷെ എനിക്ക് വരുന്ന ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ, ഒരു പോലീസ് ഓഫീസർ പടം ഹിറ്റ് ആകുമ്പോൾ എനിക്ക് അതുപോലെ കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ആരും മാറ്റി ചിന്തിക്കുന്നില്ല. സോ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ അതും ഇവർ പറയുന്നൊക്കെ പോലെ ഒരു ബോണസ് ആണ് എൻ്റെ ഒരു കരിയറിൽ. സോ ഇറ്റ് ഇസ് മാത്രമല്ല ഈ ഇതില് നമ്മള് ഒരുപാട് എനിക്ക് അനുഭവങ്ങളും മെമ്മറീസും കൊണ്ടുപോകാനുണ്ട്. കാരണം 50 ദിവസത്തെ ഷൂട്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഇവരെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഇപ്പം നാളെ നമുക്ക് ഉണ്ടാവോ ഇല്ലയോ എന്നറിയില്ല. ബട്ട് യു നോ ടു വർക്ക് വിത്ത് ദം, ഓർമ്മകൾ എല്ലാം ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ചേച്ചി ഈ ബാഡ് ബോയ്സിന്റെ ഇടയ്ക്ക് ചേച്ചി പെട്ടോ? പെട്ടൊന്നുമില്ല, എന്നും അങ്ങനെ പെടട്ടെ എന്നാണ് ആഗ്രഹം. എങ്ങനെയുണ്ടായിരുന്നു ഈ റഹ്മാനിക്കയാണ് കോംബോ ആയിട്ട് വരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി മൊത്തത്തിൽ? അല്ല, അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താണ്, എല്ലാവരുടെയും റൊമാൻറ്റിക് ഹീറോ, എവർഗ്രീൻ സ്റ്റാർ. പിന്നെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു ആക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അതിൽ ഞാൻ റഹ്മാനിക്കയുടെ കേസിൽ ഞാൻ ഒരു നെഗറ്റീവ് കമന്റ് പോലും അല്ല, ഞാൻ സംസാരിക്കുമ്പോഴെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പുതിയ തലമുറ തൊട്ട് പഴയ ആൾക്കാർ തൊട്ട് ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് പോലും എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കും തീർച്ചയായിട്ടും അതൊരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു അഭിനയിക്കാൻ, അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണു എന്നും എപ്പോഴും. അപ്പം ആദ്യത്തെ ഷോട്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉള്ള ഒരു ലോങ് ഒരു സീനായിരുന്നു. ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം അഭിനയിക്കും, അതെനിക്ക് പേടിയായിരുന്നു. നിങ്ങളായിട്ടൊന്നും ഇല്ല, ആരുമായിട്ടും അങ്ങനെ ഇവനോടൊന്നും പോലും അങ്ങനെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് കൊണ്ടുവന്ന് തന്നത്, അപ്പൊ ഞാൻ ഒമറിനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനം എന്തെങ്കിലും അദ്ദേഹത്തിനൊപ്പം ആദ്യം അഭിനയിക്കാൻ തന്നു. പക്ഷെ എന്താണെന്നറിയില്ല, എന്നെ ടെസ്റ്റ് ചെയ്യാനാണോ എന്താണെന്നറിയില്ല, ഒമർ എനിക്ക് അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏറ്റവും ഡയലോഗ്സ് ഉള്ള ആ ഒരു സീൻ തന്നെയും കിട്ടുന്നു. അപ്പൊ ഞങ്ങള് തമ്മിൽ ഒരു എന്താ പറയാ, അങ്ങനെ സംസാരിച്ചിട്ടില്ല, കെമിസ്ട്രി ഇല്ല, ഒന്നുമില്ല. പക്ഷെ എങ്ങനെയോ അതൊക്കെ അങ്ങ് ഒപ്പിച്ച്. പക്ഷെ ഞാനത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ഒരു സീൻ ചെയ്യുമ്പോ. പക്ഷെ പിന്നെ പതിയെ പറഞ്ഞോളൂ, ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ആളൊരു കുട്ടിത്തമുള്ള ഒരു ഭയങ്കര ഒരു കുട്ടിയാണ് ഉള്ളില്. അങ്ങനെ കുറുമ്പുള്ള കുട്ടിയാണ്, കുറുമ്പ് കുറച്ച് കൂടുതലാണ്. ഭയങ്കര സ്വീറ്റ് പേഴ്സൺ ആണ്, സ്വീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇഷ്ടം വരുന്നത്. അതുകൊണ്ടാണ് ഈസ് വെരി സ്വീറ്റ്. അപ്പം നമുക്ക് ഒരു അതെ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് കൂൾ, ഭയങ്കര പ്ലസന്റ്. അല്ല, പുതിയ തലമുറയുടെ കാര്യം പറയുമ്പോ നമ്മള് ഞെട്ടിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ജെൻസിയും 2K പിള്ളേരൊക്കെ അടക്കം ഈ മധുരക്കിനാന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, ഇപ്പോഴും ലിറിക്സ് വിത്ത് ഇവർക്ക് അറിയാന്നുള്ളതാണ് പുതിയ തലമുറയ്ക്ക്. അല്ലെ, അതൊരു ഈ കഴിഞ്ഞ നമ്മൾ കോളേജിലൊക്കെ പോയപ്പോ എല്ലാവരും ഏറ്റുപാടുക, ഒരു വരി പോലും തെറ്റിക്കാതെ. അത് വലിയ കാര്യമല്ലേ. ഞാൻ മറന്നു. എന്റെ മോൻ ചെറുതാണ്, അപ്പൊ അവൻ വരും ചോദിക്കുവാണ് ഈ സിനിമയിൽ കണ്ടിട്ട്, വൈ ദാറ്റ് അങ്കിൾ ഹസ് ഗോൺ ടു എന്താ പറയാ ചെന്നൈക്ക് എന്തിനാ പോയത്, അല്ലെങ്കിൽ എന്താ ഇവിടെ നിക്കാത്തെ, എന്തേ മലയാളത്തിൽ കണ്ടിന്യൂസ് പടം ചെയ്യാത്തേന്ന് എന്റെ മോൻ ചോദിക്കണേ. അത്ര ഇഷ്ടമാണ് അവർക്കൊക്കെ കാണാനും എന്താ പറയാ സിനിമകളും ഒക്കെ. സോ അത് ഒരു ഭയങ്കര ഒരു നമ്മളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈ ലോകത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾക്ക് ഇവിടുന്ന് പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുന്നത് എല്ലാവരുടെയും ഇഷ്ടങ്ങൾ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും അല്ലേ? സത്യം. അപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ 2 ടാഗ് ലൈൻസ് കിട്ടിയിരുന്ന 2 പേരാണ്. അത്
ആക്ഷൻ കിങ് എന്നും എവർഗ്രീൻ സ്റ്റാർ എന്നും. ആ ടാഗ് ലൈൻസ് കിട്ടുന്നത് എങ്ങനെയാണ്, നിങ്ങൾ നോക്കി കാണുന്നത് എങ്ങനെയാണ്? അത് ഓരോരുത്തർ തരുന്നതാണ് ഇഷ്ടം കൊണ്ട് ഞാനായിട്ട് ചോദിച്ചു മേടിച്ചു. അങ്ങനെ ആ ഒരു ലേബിളിൽ തന്നെ നിലനിൽക്കാൻ പറ്റുന്നതിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? അങ്ങനെ ഞാൻ നോക്കാറില്ല. അങ്ങനെ ഇതിപ്പോ ഈ ടാഗ് ലൈൻ ഇതിന്റെ മുന്നേ കൂടി വന്നിട്ടുണ്ട് ഇതിനെ കുറിച്ച്. പിന്നെ ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു മാസ് സിനിമയ്ക്ക് അവരത് ഇട്ടുന്നേ ഉള്ളൂ. സോ പിന്നെ ഷീലു അവരൊക്കെ അവരുടേതാണോ ചോദിക്കേണ്ടത്. അല്ല അതൊക്കെ ഒമർക്കയുടെയും കൂടി അല്ലേ? അതെ, ഉമ്മർക്കയാണ് ഇട്ടത് ആക്ച്വലി. സോ ബിപിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഞാൻ പറയുമ്പോ അതൊരു ബോസ്റ്റിംഗ് ആയിട്ട് അല്ല അതിന്റെ ഏറ്റവും അല്ല തെലുങ്കിലും എനിക്ക് തോന്നുന്നു തെലുങ്കിലൊക്കെ വരുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടാൻ വേണ്ടി തന്നെ ഒരു ടീം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ? റിബൽ സ്റ്റാർ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർ എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഇവരുടെ മലയാളത്തില് ഇവരുടെ പേര് ജനങ്ങളാൽ ഇഷ്ടപ്പെട്ട് ജനങ്ങൾ നൽകിയ പേരാണ്. വേറെ ആരാണ് ആക്ഷൻ കിങ് മലയാളത്തിലുള്ള? അതാണ് അതിന്റെ ഒരു ജനങ്ങളുടെ ഒരു സമ്മാനമാണ്. അതെ. ഷീലു എന്ത് പറയും? അല്ല അത് ഇപ്പൊ ബാബുചേട്ടനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ റഹ്മാനിക്കയുടെ കാര്യം പറഞ്ഞ പോലെ ആദ്യമായിട്ടുള്ള ഈ 3 പേരോടൊപ്പം ഞാൻ അഭിനയിക്കുന്നത് ഈ സിനിമയിലാണ്. ബിബിനെ ഞാൻ ജസ്റ്റ് കൈകലേ ഉള്ളൂ, ബാബുചേട്ടനെ ആണെങ്കിലും സിനിമയിലോട് കൂടി കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഈ പുള്ളി ഭയങ്കര കാരാട്ടെ ആയിരിക്കും, അപ്പൊ നമ്മൾ സൂക്ഷിക്കണം അടുത്തൊക്കെ പുള്ളിയുടെ മൊത്തത്തിൽ എനിക്ക് നമുക്ക് ആ ഒരു ഫീൽ ആണല്ലോ. ഇപ്പൊ റഹ്മാനിക്കയെ പറ്റി നമുക്ക് ഒരു ഭയങ്കര സ്വീറ്റ് അങ്ങനെയാണ് നമുക്ക് ഫീൽ. അപ്പം ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു ഭയങ്കര സാധനമായിരിക്കും എന്നൊരു നമുക്ക് അടുത്തൊക്കെ പോകാൻ പേടിക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു സാധനമായിരുന്നു, ഒരു വില്ലൻ ഇമേജ് ആയിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടു, പിന്നെ സംസാരിച്ചു. സിനിമയിൽ അധികം ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ ഞങ്ങളുടെ കോംബോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ ഇപ്പൊ ഞങ്ങൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് തൃശ്ശൂരൊക്കെ ട്രാവൽ ചെയ്തപ്പോഴൊക്കെയാണ് എനിക്ക് എന്താണ് അദ്ദേഹം എന്നുള്ളത്. അതും ഒരു കുഞ്ഞാണ് അച്ഛൻ. അത് ഭയങ്കര പാവമാണ്. ഈ പറഞ്ഞ എന്താ കരാട്ടെ ഇതൊക്കെ പേഴ്സണൽ ലൈഫിലൊന്നും ഇല്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എന്താണ് നമ്മള് ഒരു അങ്ങനെയാണ് അദ്ദേഹം. ബാബുചേട്ടൻ ഓൾറെഡി അങ്ങനെ ഒരു ഫിഗർ ഉണ്ട്, എല്ലാവർക്കും ഒരു പേടിയുണ്ട്. പക്ഷെ നേരിട്ട് വരുമ്പോ ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരാളേറിയില്ല, സാധാരണ ഒരു മനുഷ്യൻ. പിന്നെ എന്താ ഈ മാർഷൽ ആർട്ടും കാര്യങ്ങളെല്ലാം സ്വീറ്റ് ഒന്നും പറയാൻ പറ്റില്ല. അത് ഇവരോട് ചോദിക്കട്ടെ, അത് എക്സ്പീരിയൻസ് ഉള്ളത് ഞങ്ങളെ കാര്യം. ഞാന് ചിലമ്പിന്റെ സമയത്തും അത് കഴിഞ്ഞിട്ടും മിക്കവാറും റഹ്മാന്റെ റൂമിലൊക്കെ പോകാറ്. ഏത് സമയത്ത് ഞാൻ അലൗഡ് മുട്ടും സ്റ്റോറീസ് ഉണ്ടെന്ന് തോന്നുന്നു. പണ്ട് തൊട്ടേ നിങ്ങൾ ഒരുമിച്ചുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള സ്റ്റോറി അല്ലോ നിങ്ങൾ ഒരുമിച്ചുള്ള? ഇല്ല, ഞങ്ങളുടെ അന്നത്തെ ആ ഒരു ചെറുപ്പകാലത്തെ രസം, തമാശകള്. എത്ര സിനിമ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടാവും? പ്രായത്തിനനുസരിച്ചുള്ള എത്ര പടം നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടാവും? ഇത് മൂന്നാമത്തെ. അതാണ് ഏറ്റവും വലിയൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡന്റ്. ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ടും അടുത്തടുത്ത് ഹീറോ ആയില്ലേ? അപ്പം ഇപ്പം ബാഡ് ബോയ്സ് ഒമർക്കയുടെ മൂവിയാണ്. ഒമർക്കയുടെ മൂവി ഓൾവേസ് ഒരു സെലിബ്രേഷൻ ആണെന്നാണ് പറയുന്നത്. ഈ മൂവി കംപ്ലീറ്റ് സെലിബ്രേഷൻ ആണോ അതോ എന്താണ്? ഉമറിന്റെ ഈ മൂവി അല്ല, എല്ലാ മൂവി സെലിബ്രേഷൻ അല്ല, ഈ മൂവി സെലിബ്രേഷൻ. എല്ലാ ഷെയറുകളും ഇതിനകത്തുണ്ട്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡ്രാമ ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതായത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ എലിമെന്റും ഉള്ള ഒരു സിനിമയാണ്. സാധാരണക്കാരന് ഇരുന്ന് സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. അതെ, ഓണത്തിന് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ. താൻ ട്രെയിലർ ഉണ്ടായിരുന്നു? എന്താ എനിക്ക് തോന്നിയത്? ഒരു ഓണ ഉത്സവമാണ് ഈ സിനിമ. അതായത് ഒരു ഉത്സവത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജയന്റ് വീല് കാണും, മറ്റേത് കാണും, ഇത് കാണും, എല്ലാം കാണില്ലേ? അതുപോലെയാണ് ഇവിടെ ഈ സിനിമയിൽ എല്ലാം ഉണ്ട്. ആക്ഷൻ, പാട്ട്, കരിമ്പൻ ജ്യൂസ്, മുളക് വെച്ചിക്കട, ഡ്രാമ, ഹ്യൂമർ. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇരുന്ന് കാണാം. അതിനകത്ത് യാതൊരു വൃത്തിയായിട്ട വാക്കുകളോ ഡബിൾ മീനിങ്ങോ ഒന്നുമില്ല. എല്ലാം വളരെ നല്ല ഫുൾ ഫാമിലി എന്റർടൈനർ ആണ്. ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ അല്ലേ, നമ്മൾ 3 പേര്. ബിബിനുണ്ടല്ലോ ഇൻട്രൊഡക്ഷൻ? ഇല്ല, ബിബിനില്ല ഇൻട്രൊഡക്ഷനില്ല. ഷീലു അതിനകത്ത് ഇൻട്രൊഡക്ഷൻ മീൻസ് എന്താണ്? ബാബുചേട്ടന്റെ introduction. പിന്നെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ആണ്. റഹ്മാന്റെ ആണെങ്കിലും ഷീലുവിന്റെ ആണെങ്കിലും ഇവരുടെയൊക്കെ പെർഫോമൻസ് ആണെങ്കിൽ എന്റെ ഇൻട്രൊഡക്ഷൻ സീൻ കാണും. വെറൈറ്റി പെർഫോമൻസ് ആണ്. ശരിക്കും കാണാൻ വേണ്ടിട്ടാണ് ഈ പറയുന്നത്. റഹ്മാന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കാര്യം ഞാൻ പറയുന്നില്ല, ഒരു അബദ്ധം പറ്റുന്നതാണ്. ഒരുത്തം വന്നൊരു കീറുന്നതാണ്. അപ്പോഴത്തേന് പുള്ളിക്കറിയാം ആരെയാണ് അടിച്ചതെന്നുള്ളതായിരിക്കും. അപ്പൊ പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. എനിക്കറിയത്തില്ല ഇട്ട് കാണിക്കാനായിട്ട്.
അല്ല അത് ഇതില് കഴിഞ്ഞ് റഹ്മാനൊക്കെ ഷീലിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇതാരാന്ന് ചോദിക്കും. ഇന്നയാളോ? അല്ല, ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഹ്മാനിക്ക നമ്മൾ ഇന്നേ വരെ കാണാത്ത റഹ്മാനിക്ക ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അത് തന്നെ ആയിരിക്കും ഈ പടത്തിന്റെ ഏറ്റവും പോസിറ്റീവ് വൈബ്. അതിലെ കറക്റ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻ ഒക്കെ ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ഹീറോ ആയിട്ട് പുള്ളിനെ കണ്ടിങ്ങനെ ഒന്നെങ്കിൽ മറ്റേ വലിയ വക്കീല അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മസിൽ പിടിച്ചിട്ടുള്ള ഇതില് വന്നിട്ട് ഇടുന്ന എക്സ്പ്രഷൻസ് കണ്ട് നമുക്ക് തന്നെ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കും ഇങ്ങനെ. അതുപോലത്തെ അത് കറക്റ്റ് മീറ്ററിലെ ഹ്യൂമർ ആണല്ലോ. അപ്പൊ അത് കുറച്ച് നല്ല പാടാണല്ലോ അത് ചെയ്യാൻ. അതുപോലെ കൂടുതലാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതായത് വേറൊരു സൈക്കോളജി പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യമുള്ളവര് ഹ്യൂമർ ചെയ്യുമ്പോ വളരെ നമ്മള് സൗന്ദര്യമുള്ളവര് ഹ്യൂമർ ചെയ്യുമ്പോ കുറച്ചധികം വന്നു കഴിഞ്ഞാൽ അത് കോമാളിത്തരവും. അത് അവരുടെ മുഖത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയുണ്ട്. ആന്ന് എല്ലാവരും പറ്റിയാണ്, എന്നല്ല വേണ്ട. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് പോലും ഓവറാക്കാതെ അത് നമ്മൾ പഠിക്കണം. നമ്മളെപ്പോലുള്ള ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കണ്ടുപഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈവൻ ആ ടിനിച്ചേട്ടൻ കണ്ണട വരുമ്പോഴുള്ള ഒരു കുഞ്ഞു എക്സ്പ്രഷൻ ഉണ്ട്, ഞാൻ ഇപ്പൊ കണ്ടാലും അത്. അപ്പൊ അതേപോലത്തെ ഒരുപാട് പുതുമയുണ്ട് ഈ പടത്തിന്. ഇത് നമ്മളെല്ലാ സിനിമകളും വന്ന് ഓരോ സിനിമകളും നമ്മൾ കാണുമ്പോഴും ഇതിനു മുമ്പും പ്രമോഷനൊന്നും ഇരിക്കുമല്ലോ എല്ലാവരും അവനവന്റെ സിനിമയെ പറ്റി ഇങ്ങനെ പൊക്കി പറയും. ഇത് പക്ഷെ ഞാൻ വളരെ സത്യസന്ധമായിട്ട് ജെന്യുവനായിട്ട് തോന്നിയ കാര്യമാണ്. നമ്മളിത് ഒന്നും പൊക്കി പറയുന്നില്ല, വളരെ താഴ്മയോടുകൂടി പറയും. പിന്നെ ഒമറിന്റെ കാര്യം പറഞ്ഞാൽ ഒമർ വളരെ നന്നായിട്ട് ഇത് എടുത്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോ നല്ല രീതിയിൽ അത് സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനും ഒമറും കൂടെ ആക്ച്വലി വേറൊരു പടം പ്ലാൻ ചെയ്യാനുണ്ട്, പവർ സ്റ്റാർ എന്ന് പറഞ്ഞത്. അതെ, അതിപ്പോഴും ഉണ്ട്, പ്ലാനിങ്ങിലുണ്ട്. കൊറോണ വന്നപ്പോ അത് മുങ്ങിപ്പോയി. പ്രൊഡ്യൂസർ മൊത്തം മുങ്ങി, കപ്പൽ മുങ്ങുന്നത്. അപ്പൊ എന്നെ ഇങ്ങനെ ഒമറെ വിളിച്ചിട്ട് പറഞ്ഞു, ബാഡ് ബോയ്സ് എന്നൊരു പടം ചെയ്യുന്നുണ്ട്, ബാബുവിലൊരു വേഷം ചെയ്യണം. അപ്പൊ എന്തിനാ ഒമർ ഇപ്പൊ ഞാൻ അതിനകത്ത് ചെയ്തു, നമുക്ക് പവർ സ്റ്റാർ ചെയ്യാമല്ലോ, അത് വേണ്ട ഒമർ, നമുക്ക് അടുത്ത പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് വിട്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു വിഷമായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോ ഒമറിനെ വിളിച്ച് ഒമർ നമുക്ക് ചെയ്യാന്ന്. അങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഞാൻ ഒരു മണ്ടത്തരമാണ് ഞാൻ എന്റെ ഒരു കുഞ്ഞുനാളിൽ ഒരു ഏജ് വരെ വിചാരിച്ചിരുന്നത് റഹ്മാനിക്കയും മമ്മൂക്കയും യഥാർത്ഥത്തിൽ സിബ്ലിങ്സ് ആണ്. ശരിക്കും നിങ്ങളുടെ ആ കോംബോ ചേട്ടൻ അത്രയും എനിക്ക് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലേ? ഇല്ല, ഞങ്ങൾ അത്ര മണ്ടന്മാരാ. ഇല്ലടോ, വിചാരിച്ചിരുന്നു കേട്ടോ. അത് സത്യസന്ധമായ കാര്യമാണ്. അത് നമുക്ക് ഇഷ്ടമായിരുന്നു ഇവരങ്ങനെ ചേട്ടനും ഇത് കാണാൻ. ഞാൻ ഇക്കയുടെ കാര്യം എപ്പോഴും പറയില്ലേ, കരിയില കാറ്റുവേലയിൽ ഒരു ഷോട്ട് പറയും. കരിയില കാറ്റുവേലയില് ഇദ്ദേഹമാണ് വില്ലൻ, ആരാണോ കൊന്നത് അയാളാണ്. പക്ഷെ ഫസ്റ്റ് ഷോട്ട് ഫോൺ എടുക്കുന്നത് ഇക്കയാണ്, ഏത് പടം തുടങ്ങുന്നത്. എന്നിട്ട് ഇന്ന ആള് മരിച്ചെന്ന് പറയുന്നത് ലാലേട്ടനെ വിളിച്ച് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കാണാൻ ഇഷ്ടമാണ്. അതിലും മമ്മൂക്കയാണ് കൊല്ലുന്നത് അല്ലെ. ഇഷ്ടമാണ് ഇവരുടെ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ. 3-ാം പക്കമൊക്കെ നല്ല സിനിമ. 3-ാം പക്കത്തില് നല്ല രസമാണ്. അതുപോലെ തന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാണ്, എന്താണ് കൂടെ എവിടെ. ഞാൻ അത് ചോദിക്കാനിരിക്കുന്നു, ഈ കൂടെ എവിടെയാണല്ലോ റഹ്മാൻകയുടെ ഫസ്റ്റ് മൂവി. ആ മൂവി ചെയ്യാൻ വന്നപ്പോൾ ആ ഒരു റഹ്മാൻ, ആ ചോക്ലേറ്റ് ബോയ് ആയിട്ടുള്ള റഹ്മാനിക്ക് ഓർക്കുന്നത് എങ്ങനെയാ? അന്നത്തെ ആ ഒരു ഇൻട്രോ ഫസ്റ്റ് മൂവി ആയിരുന്നല്ലോ കൂടെ. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫസ്റ്റ് മൂവി ചെയ്യാൻ വന്ന റഹ്മാനെ ഇപ്പോഴത്തെ റഹ്മാനിക്ക് എങ്ങനെയാ ഓർക്കുന്നത്? എക്സ്പീരിയൻസ് ആയ റഹ്മാൻ ഇപ്പോഴത്തെ റഹ്മാൻ എക്സ്പീരിയൻസ് ആയി എന്താ ചോദിച്ചാൽ എനിക്ക് മൂവി ചെയ്യാൻ വന്ന റഹ്മാനെ എക്സ്പീരിയൻസ്ഡ് ആയ റഹ്മാൻ എങ്ങനെയാ ഓർക്കുന്നത്? ഞാനത് എങ്ങനെ പറയാ, ഫസ്റ്റ് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പക്ഷെ കിട്ടിയ എൻട്രീസ് ഫസ്റ്റ് മൂവി തന്നെ ഹിറ്റായി, വളരെ വലിയൊരു ഇതാണ്, പ്രേക്ഷകരെല്ലാരും സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനൊക്കെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡും ഉണ്ടായി, അതറിയാം. സ്റ്റേറ്റ് അവാർഡും ഉണ്ടായി. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. അവാർഡിന്റെ കാര്യത്തിൽ ഒരു പഞ്ചായത്ത് അവാർഡ് പോലും ചേട്ടാ
ഏഷ്യനെറ്റ് ഫിലിം അവാർഡ് ഞാൻ മേടിച്ചു ഉജാല ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്, ഇത് സെക്കൻഡ് പാർട്ടിൽ ഡയലോഗ് എഴുതി വെച്ചോ. പഞ്ചായത്ത് അവാർഡ്, ഇത് നമുക്ക് സോപ്പോട്ടി, ഈ ഒരു ചീപ്പ്, കണ്ണാടി, ഇതൊക്കെ ഞാൻ മേടിച്ചു. ഒരാൾ വിളിച്ചു ഇപ്പൊ മനസ്സിലായല്ലോ ഇവരുടെ വിമർശൻസ് മനസ്സിലായല്ലോ. അതാണ് ഇപ്പൊ ബാബുചേട്ടൻ. ആളാരാന്ന് മനസ്സിലായില്ല. പാവം. ഉറങ്ങുമ്പോഴാണ് കേട്ടോ. എന്ത് അല്ല, ആ ചോദ്യം അദ്ദേഹത്തിന് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. നിനക്ക് കിട്ടിയോ? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പറയരുത്. First movie, ഇപ്പം ആദ്യത്തെ അനുഭവമാണോ? അനുഭവമാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് നാച്ചുറലി എനിക്ക് സിനിമയെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഞാൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, സിനിമയിൽ വരുന്നു പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഒരു സത്യം എന്ന് പറയുന്നത് ഞാനത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. തലേന്ന് നൈറ്റ് പുലർച്ചെ കാലത്ത് എഴുന്നേക്കുന്ന ജസ്റ്റ് കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു ഇംഗ്ലീഷ് പടത്തിൽ അഭിനയിക്കുന്ന ഒരു സ്വപ്നം. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ആ സമയത്ത്. അത് ഓൾറെഡി ഞാൻ ഒരുപാട് പറഞ്ഞതാണ്. ബിക്കോസ് അന്ന് നൈറ്റ് ഞങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞ് ബങ്ക് അടിച്ച് ഒരു സിനിമ ഒക്കെ കണ്ടു വരുന്നതിന്റെ ഹാങ് ഓവറിലായിരിക്കണം ഒരു സ്വപ്നം വരുന്നത് പൊതുവെ. അപ്പൊ ഞാനങ്ങനെ അഭിനയിക്കുന്ന ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ ഐ വാസ് ടെല്ലിങ് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചു. പിന്നെ ഞങ്ങൾ സീനിയേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നുമില്ല, ഷെഡ്യൂളൊന്നുമില്ല. അപ്പോൾ ഞാൻ പതുക്കെ ബ്ലേഡും ഷേവിങ് സെറ്റൊക്കെ എടുത്ത് ഷേവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രിൻസിപ്പളിന്റെ അവിടുന്ന് ഒരു വിളി വരുന്നത്. പുള്ളി ഉടനെ വന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹൗസ് വാർഡന്റെ അടുത്ത് ഒന്ന് ഷേവ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലല്ല, പുള്ളി വെയിറ്റ് ചെയ്യുന്നു, പുള്ളി ഇന്നലെയും വന്നു നിന്നെ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞു. ശരി, എന്നെ ഷേവ് ചെയ്യിപ്പിച്ചില്ല, തുടച്ച് ഞാൻ നേരെ പോയി കണ്ടു. കാണുമ്പോൾ എന്റെ പ്രിൻസിപ്പളിന്റെ അകത്ത് പുള്ളിയില്ല, വേറൊരു മനുഷ്യൻ ഇരിക്കുന്നു അവിടെ. അപ്പം എന്നെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ റഷ്യനാണോ? റഹ്മാൻ, എന്റെ പേര് റഷ്യൻ റഹ്മാനാണ്. അപ്പം അതെ. അപ്പോഴാണ് എന്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ട് ദിസ് ബോയ് നന്നായിട്ട് അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അന്ന് സ്കൂളിൽ അവിടെയൊക്കെ ഇങ്ങനെ നാടകത്തിലൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എന്റെ എൻട്രി സിനിമയിലേക്ക്. പിന്നെ ഒരു ചെറിയ വേഷം ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. അത് മാറി മെയിൻ വേഷം ചെയ്യേണ്ടി വന്നു ബൈ ലക്ക്. അങ്ങനെയാണ് എന്റെ ജീവിതം തുടങ്ങിയത്, കരിയർ ഈ സിനിമയിൽ. പക്ഷെ ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും 41 വർഷമായി. ബട്ട് സ്റ്റിൽ ഐ എം ലേണിംഗ്. സിനിമയെ കുറിച്ച് ഒരുപാട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ബിബിൻ അഭിനയിക്കുമ്പോഴും ഞാൻ പഠിക്കും, ഷീലു അഭിനയിക്കുമ്പോഴൊക്കെ ഞാൻ പഠിക്കും. എല്ലാവരും ചെയ്യുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തില്. കാരണം ഇതൊക്കെ എനിക്ക് എവിടെയെങ്കിലൊക്കെ എന്റെ ഒരു എന്താ പറയാ ഒരു എഡ്യൂക്കേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഐ എം സ്റ്റിൽ ലേണിംഗ്. എടോ, ഇക്കടയൊക്കെ സ്വപ്നം കണ്ട ഇതൊക്കെയാണ് സ്വപ്നം. ഞങ്ങളും കാണും പാമ്പ് ആ സ്വപ്നം വലിക്കട്ടെ. കാരണം ഞാൻ ഇംഗ്ലീഷാ കണ്ടത്, ഹിന്ദി വരെ എത്തി. ഇംഗ്ലീഷ് ഇനി അധികം സമയമൊന്നുമില്ലല്ലോ, ചെയ്യാലോ. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ 80s 90s തൊട്ട് ഇപ്പോഴും മൂവീസ് ചെയ്യുന്ന ആളുകളാണ്. ഈ സിനിമ അന്നുണ്ടായിരുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ആ ഒരു സമയത്തും ഇപ്പോഴും നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്നത് അത് എന്തുകൊണ്ടായിരിക്കും വിശ്വസിക്കുന്നത്? അത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും ഓഡിയൻസും ഒക്കെ സെയിം ആണെന്നുള്ളതാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ഫീലിങ്സ്, സെന്റിമെന്റ്സ്, അവന്റെ അറ്റാച്ച്മെന്റ്, അവന്റെ സോഷ്യൽ ബിഹേവിയർ, ഇതൊന്നും ഒരിക്കലും ചേഞ്ച് ചെയ്തിട്ടില്ല. സർക്കംസ്റ്റൻസസ് മാത്രമേ മാറിയിട്ടുള്ളൂ. സെൽഫോൺ വന്നു, അല്ലെങ്കിൽ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തേ ഉള്ളൂ. പക്ഷെ അവന്റെ ഫീലിങ്സ് ഒരിക്കലും മാറില്ല. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇത്രയും സെഞ്ചുറീസ് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ റോബോട്ടായി പോയാൽ. അപ്പൊ സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ, ദ ക്രിയേറ്റർ ക്യാൻ മേക്ക് എ മാജിക് ഇൻ ദ ഫിലിം. ആ ഫിലിം നന്നായിട്ട് ഓടും. അതുകൊണ്ട് അങ്ങനെ ഒരു ട്രെൻഡോ അങ്ങനെ ഒന്നുമില്ല. ഒരു പടം നന്നായിട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ വിചാരിക്കും അതായിരിക്കും ട്രെൻഡ് എന്ന് വിചാരിക്കും. അതുപോലെ 10 പടം എടുക്കും, 10 പടം പൊളി. നത്തിങ് കോൾ ഫാഷൻ പോലെ. ഫാഷൻ ബെൽബോട്ടം വന്നു പോയി, അങ്ങനെയല്ല സിനിമ. സിനിമയിൽ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ ആ ക്രിയേറ്റർ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യണം. അത് ആ സിനിമ എപ്പോഴും ഓടും. അല്ലാണ്ട് അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്തെ സിനിമയോ ഒന്നും കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നിട്ടില്ല. സർക്കംസ്റ്റാൻസസ്, ടെക്നോളജി ഒക്കെ കുറച്ചുകൂടി ഈസിയായി ഫിലിം മേക്കിംഗ്. അന്നൊക്കെ നമ്മൾ പിന്നെ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ചാണ്. ഇന്നിപ്പോൾ ഡിജിറ്റലാണെങ്കിൽ എക്സ്പെൻസീവ് ആണ്, കാരണം അതിന്റെ ടൈം ബൗണ്ട് ആണില്ല. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അല്ലാണ്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ ബന്ധങ്ങൾ, അതായത് ഇപ്പോൾ കുറച്ച് നമ്മൾ ഒരുപാട് പ്രൈവസി ഉണ്ടായി ഇപ്പം. അതായത് കാരവന് അങ്ങനെയൊക്കെ. പണ്ടൊക്കെ നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് എല്ലായിടത്തും ഇരുന്ന് സംസാരിക്കുക, ഒരുമിച്ച് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും അവരവരുടെ പ്രൈവറ്റ് വേൾഡിലേക്ക്
ഇങ്ങനെ മാറുന്ന ഒരവസ്ഥ. അതിപ്പോ ഇവൻ നോർമൽ ലൈഫിൽ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളെ പോലും നമുക്കറിയുണ്ടാവില്ല. സോ ദീസ് ആർ ദ ചേഞ്ചസ്. അല്ലെങ്കിൽ ബേസിക്കലി കാര്യമായിട്ടുള്ള എന്താ പറയുന്നു ചേഞ്ചസ് ഒന്നുമില്ല. അല്ലാണ്ട് പുതിയ ജനറേഷൻ ഓൾഡ് ജനറേഷൻ സിനിമ അങ്ങനെ ഒരു സിനിമയൊന്നുമില്ല. സിനിമ അത് ട്രഡീഷണലി മെയ്ഡ് ഫിലിം. അതായത് കഥയുണ്ടാക്കി, പിന്നെ തിരക്കഥ ഉണ്ടാക്കി, സംഭാഷണം ഉണ്ടാക്കി, അതിൽ നിന്ന് കാസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന സിനിമകളൊക്കെ സക്സസ് ആകാൻ ഒരു 80% ചാൻസസ് ഉണ്ട്. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞ ഒരു ആക്ടറെ കണ്ടിട്ട് അതിന് ചുറ്റും കഥ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഓണം ഇറ്റടിച്ച RDX ഒക്കെ തന്നെ ബാബുച്ചേട്ടൻ ചെയ്ത്, അത് നമ്മൾ റിയലിസ്റ്റിക് സിനിമകൾ കണ്ടു, കുറെ സിനിമകൾ കണ്ടു, മലയാള സിനിമ മാറുന്ന മുഖങ്ങൾ കണ്ടു, എഴുത്തുകാർ വന്നു, പുതിയ നടന്മാരും. ഇതിന്റെ ഇടയിൽ തന്നെ വന്നിട്ട് RDX പോലെ മാസ് മസാല പടം അല്ലെ, അതാണ് കഴിഞ്ഞ ഓണം തൂക്കിയത്. അപ്പൊ അത് തന്നെയാണ് ബാബുച്ചേട്ടൻ പറഞ്ഞത്, അങ്ങനെ ഒരു മാറ്റമില്ല. ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യുക, ഓഡിയൻസ് നമ്മൾ എൻഗേജ് ചെയ്യുക, ദാറ്റ്സ് ഓൺലി തിങ്. അത് നമ്മുടെ ബാഡ് ബോയ്സിന് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഞാൻ ഫുൾ സിനിമ കണ്ടില്ല, പക്ഷെ ഐ ഹാവ് കോൺഫിഡൻസ്. അല്ലേ? അങ്ങനെ ആവട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ബാഡ് ബോയ്സ് മൂവി റിലീസ് ആവാൻ പോവാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. ചേച്ചിയുടെ അധികം ചോദിക്കാൻ പറ്റില്ല. അവര് സംസാരിക്കണം, അതാണ് എന്റെ സന്തോഷം. അല്ല, ഞാൻ സംസാരിക്കുന്നതിലല്ലോ, ഞാൻ സീനിയേഴ്സ് അവിടെ ഇരിക്കണം. സോ അവരിൽ നിന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇത്രയും ടൈം പോയി അറിഞ്ഞില്ല സംസാരിച്ച്. അടുത്ത ദിവസം ചേച്ചിയുടെ ചോദിക്കാൻ വരും, അപ്പോഴേക്കും വൈകിട്ട് വിളിച്ചു. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. നമുക്ക് ഒരുപാട് സന്തോഷം, ബർച്ചേട്ട ഒരുപാട് സന്തോഷം, ചേച്ചി, ബിം ചേട്ടാ, ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്.